നമസ്കാരം. ഇവിടെ MLA-മാരുടെ പീഡനവും സ്വർണ മോഷണവും ഒക്കെ അരങ്ങ് തകർക്കുമ്പോൾ, മാധ്യമങ്ങൾ കൈയടക്കുമ്പോൾ അല്പമെങ്കിലും ആശ്വാസകരമായ വാർത്തകൾ വരുന്നത് തൊട്ടടുത്ത സംസ്ഥാനങ്ങളിൽ നിന്നാണ്. സേലിംഗമന്ത്രി ആരംഭിക്കുന്നു. സേലിംഗമന്ത്രിയുടെ ശ്രദ്ധ മുഴുവൻ എപ്പോഴും കപ്പൽ, ചരക്ക്, കണ്ടെയ്നർ, വെയർഹൌസുകൾ, തൊഴിലവസരങ്ങൾ, റോഡ്, റെയിൽ ഇവയിലൊക്കെയാണ്. നിർഭാഗ്യവശാൽ കേരളത്തിൽ നിന്ന് അത്തരത്തിലൊരു വാർത്തയും നമുക്ക് അങ്ങനെ കാണാൻ കിട്ടുന്നില്ല. ഇവിടെ തമിഴ്നാട് അവരുടെ പോളിസി ഇന്നലെ തന്നെ ശ്രീ പ്രകാശൻ അയച്ചിരുന്നു പ്രതികരണത്തിൽ. തമിഴ്നാട് അൺവെയിൽസ് വെയർഹൌസിംഗ് പോളിസി 2026 ടു ബൂസ്റ്റ് ലോജിസ്റ്റിക്സ് ഇൻ അവരുടെ പ്രധാന നഗരങ്ങളിൽ, 2, 3 തട്ടിലുള്ള നഗരങ്ങളിൽ ഇത് കൂട്ടാൻ, വെയർഹൌസ് അല്ലെങ്കിൽ അതുപോലുള്ള ലോജിസ്റ്റിക് പ്രവർത്തനങ്ങൾ കൂട്ടാനുള്ള ഒരു നയം തമിഴ്നാട് സർക്കാർ പ്രഖ്യാപിച്ചു. നമ്മുടെ ഇവിടെയും കുറച്ചുനാൾ മുമ്പ് ഒരു സ്വകാര്യ ഇൻഡസ്ട്രിയൽ പാർക്കുകൾ, എത്ര പാർക്കുകൾ തുടങ്ങി, ആ പാർക്കുകൾക്കകത്ത് എത്ര സ്ഥാപനങ്ങൾ തുടങ്ങി, ബന്ധപ്പെട്ടവർ അതിന്റെ കണക്കുകളൊന്ന് വ്യക്തമാക്കിയാൽ കൊള്ളാമായിരുന്നു. Tamil warehousing policy is aligned with Tamil Nadu's vision of 1 trillion. എന്നാണ് കേരളം ഇങ്ങനെയൊക്കെ പറയാൻ ധൈര്യം കാണിക്കുക എന്നറിയില്ല. 1 trillion ഇക്കോണമി ബൈ 2030, അടുത്ത 4 വർഷത്തിനുള്ളിൽ. ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി തമിഴ്നാട് ലോജിസ്റ്റിക് പോളിസി. 1 ട്രില്യണിലോട്ട് അവരുടെ തമിഴ്നാടിന്റെ GDP ആണ്, രാജ്യത്തിന്റെ അല്ല. തമിഴ്നാട് രാജ്യം 4, 5 എന്നൊക്കെ പറയുമ്പോൾ തമിഴ്നാട് 1 ട്രില്യണിലോട്ട് അടുക്കുകയാണ്. അതാണ് തമിഴ്നാടിന്റെ കുതിപ്പ്. അവര് അതിനുവേണ്ടി അതിനോട് യോജിച്ചു പോകുന്ന വെയർഹൌസിംഗ് പോളിസി. അവർക്കറിയാം കാർഗോയും ചരക്കും വ്യാപാരവുമാണ് ഒരു നാടിനെ വളർത്തുന്നത്. എന്താണ് നമ്മുടെ അതിജീവിതകളല്ല എന്ന് അവർക്ക് നല്ലവണ്ണം അറിയാം. തമിഴ്നാട് വിച്ച് ഹാസ് ഓവർ 40,000 ഫാക്ടറി അടിയറ സിമ്പൽ. 40,000-ൽ കൂടുതലുണ്ട്. ഒരു 40,000 മാത്രമെന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. തമിഴ്നാട് which has over 40,000 factory units is ranked among the top states for warehouse transactions comparable to logistics hubs like NCR. NCR എന്ന് പറഞ്ഞാൽ നാഷണൽ ക്യാപിറ്റൽ റീജിയൻ. ഉത്തർപ്രദേശ്, ഹരിയാന, ഡൽഹി എല്ലാം ചേരുന്ന ആ പ്രദേശം, ആൻഡ് മഹാരാഷ്ട്ര. ഈ 2 പ്രദേശങ്ങളോടൊപ്പം നിൽക്കാവുന്ന തരത്തിൽ തമിഴ്നാടിനെയും ലോജിസ്റ്റിക് രംഗത്ത്, വെയർഹൌസ് രംഗത്ത് മാറ്റുക എന്നുള്ളതാണ് ഈ നയത്തിലൂടെ അവർ ഉദ്ദേശിക്കുന്നത്. ഒരു കടലാസ് പ്രിന്റ് ചെയ്ത് ഇറക്കിയിട്ട് മിണ്ടാതിരിക്കലല്ല അവരുടെ നയം. അത് നമുക്ക് നേരിട്ടറിയാം. അതുകൊണ്ടാണ് അവിടെ 40,000 യൂണിറ്റ് ഒക്കെ വർക്ക് ചെയ്യുന്നത്. ദ ഗവൺമെന്റ് വിൽ പ്രൊവൈഡ് വേരിയസ് സബ്സിഡീസ് ടു അഡ്രസ് ഗ്രോയിങ് സ്റ്റോറേജ് നീഡ്സ് ആൻഡ് സ്ട്രീംലൈൻ സ്റ്റോറേജ് റിക്വയർമെന്റ്സ് by promoting the development of new warehousing assets. ഞാനിത് വായിച്ച് ഈ രേഖയൊക്കെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കറിയാം നമ്മുടെ തുറമുഖത്തിന്റെ സമീപത്ത് വളരെ അടുത്ത് ഒരു വെയർഹൌസ് അതിന്റെ പ്രവർത്തനം തുടങ്ങിയിരുന്നു. സേലിംഗമന്ത്രി അത് അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു. ഞാൻ അവർക്കൊരു മെസ്സേജ് അയച്ചു. എന്തെങ്കിലും ഒരു അന്വേഷണം വിസിലിന്റെ ഭാഗത്തുനിന്നോ, കേരള സർക്കാരിന്റെ വിസിലിന്റെ ആളുകളൊക്കെ അവിടെ വന്നു പോകുന്നുണ്ടല്ലോ, കാറിൽ ഇങ്ങനെ അടിച്ച് കത്തിച്ച് വന്ന് തിരിച്ചു പോകുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. ആരെങ്കിലും നിങ്ങളെ അന്വേഷിച്ച്, ആദ്യമായിട്ട് വരുന്നൊരു യൂണിറ്റ് അല്ലേ, നിങ്ങളെ അന്വേഷിച്ച് എന്തെങ്കിലും ഒരു അന്വേഷണമെങ്കിലും ആരെങ്കിലും നടത്തിയോ എന്ന് ചോദിച്ചപ്പോൾ കുറെ നേരത്തേക്ക് അദ്ദേഹം നിശബ്ദനായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം വ്യക്തമായിട്ട് നോ എന്ന് മറുപടി തന്നു. നമ്മുടെ തമിഴ്നാട്ടിൽ എന്താ സംഭവിക്കുന്നത്? ഓൾ എലിജിബിൾ ന്യൂ വെയർഹൌസസ് ക്യാൻ അവെയിൽ ഓഫ് എ 25% സബ്സിഡി on the cost of undertaking green initiatives subject to a limit of 2 crore. 2 കോടിയാണ് കൊടുക്കുന്നത്. ഈ നിർമ്മാണ പ്രവർത്തനങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എന്താണ് കുറച്ച് ഗ്രീൻ ഇനിഷ്യേറ്റീവ്സ് കൂടി അതിനോടൊപ്പം കൊണ്ടുവരണം. കുറെ സോളാർ പാനലോ അതുപോലുള്ള ഇൻഗ്രീഡിയൻസ് കൂടി അതിനകത്ത് ചേർക്കാമെന്നുണ്ടെങ്കിൽ 2 കോടി രൂപ വരെ, എന്തായാലും പ്രൊജക്ട് കോസ്റ്റിന്റെ 25% കൊടുക്കാൻ തമിഴ്നാട് വില്ലിംഗ് ആണ്. ഇതാണ് ഞാൻ ചോദിച്ചത്. എന്റെ ചോദ്യം അതായിരുന്നു. ആരെങ്കിലും അത് എന്തെങ്കിലും മൈൻഡ് ചെയ്തോ? നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം? പോട്ടെ, സഹായമൊന്നും വേണ്ട, ഒരു മോട്ടിവേഷൻ,
നിങ്ങൾ ചെയ്യുന്ന നല്ല കാര്യമാണ്, തീർച്ചയായിട്ടും ഗവൺമെന്റിനെ കൊണ്ട് കഴിയുന്ന പിന്തുണ നൽകാം എന്നൊരു നല്ല വാക്ക് പറഞ്ഞാൽ മതി. നിങ്ങൾ പൈസയൊന്നും കൊടുക്കണ്ട. ഇത് തുടങ്ങിയിട്ട് അവർ 1.5 മാസമായി നിർമ്മാണം തുടങ്ങിയിട്ട്. എനിക്ക് തോന്നുന്നു 49 മറ്റോ പില്ലറുകൾ അവര് താഴ്ത്തി കഴിഞ്ഞു. All eligible new warehouses as specified in section 5.2 can avail of a 50% subsidy on the cost incurred for the technical training of warehouse employees. വെറുതെ കെട്ടിടം പണിത് വെക്കില്ലല്ലോ, അവിടെ ബിസിനസ് നടക്കണം, ജോബ് ക്രിയേറ്റ് ചെയ്യണം, തൊഴിലവസരങ്ങൾ ഉണ്ടാക്കണം. അങ്ങനെ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്നവർക്കുള്ള ടെക്നിക്കൽ ട്രെയിനിങ് നൽകുന്ന ഇനത്തിൽ 50% സബ്സിഡി വരെ നൽകാൻ ഗവൺമെന്റ് തയ്യാറാണ് എന്ന് പറയുമ്പോൾ അവർക്ക് നമ്മുടെ തുറമുഖം കിട്ടിയിരുന്നെങ്കിൽ അവരെന്ത് കാണിക്കുമായിരുന്നു. ഇന്ത്യയുടെ GDPക്ക് തുല്യമായ GDP തമിഴ്നാട് ഒറ്റയ്ക്കുണ്ടാക്കുമായിരുന്നു. പക്ഷെ എന്താണ് പറയുന്നത്, കുതിരയ്ക്ക് കൊമ്പ് കൊടുക്കൂല എന്ന് പറഞ്ഞതുപോലെയാണ് തമിഴ്നാടിന് ഇങ്ങനെ ഒരു പോർട്ടില്ല. പോർട്ടുള്ളവർ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, ഒരു സാധനം വാങ്ങിക്കുന്നയാൾ ഉപയോഗിക്കില്ല, ഉപയോഗിക്കുന്നയാൾ അറിയുന്നില്ല. ഇതുപോലെയാണ് കേരളത്തിന്റെ അവസ്ഥ. ഇതെന്താണ് ചുക്കും ചുണ്ണാമ്പെന്ന് പോലും ഇതുവരെ തിരിച്ചറിയാത്ത ഒരു കേരള സർക്കാർ. ലോകം എങ്ങോട്ട് പോകുന്നു? അദാനിയുടെ കണക്കെന്താണ്? 5.7 മില്യൺ, 57 ലക്ഷം കണ്ടെയ്നർ ഹാൻഡിൽ ചെയ്യാൻ കേവലം 3 വർഷം. 3 ഇല്ലല്ലോ, 26, 27, 28, 3 വർഷം. ഈ 57 ലക്ഷം എവിടെയാണ് കൊണ്ടുവയ്ക്കാൻ പോകുന്നത് നിങ്ങൾ? കേരള സർക്കാർ ഏത് റോഡിലൂടെയാണ് കൊണ്ടുപോകാൻ പോകുന്നത്? ഏത് റെയിൽവേയിലൂടെയാണ് കൊണ്ടുപോകാൻ പോകുന്നത്? ഏത് തുരങ്കപാതയിലൂടെയാണ് കൊണ്ടുപോകാൻ പോകുന്നത്? ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് വല്ല ചിന്തയുണ്ടോ? നമുക്ക് പീഡകരും അതിജീവിതകളും ഉണ്ടല്ലോ. അടുത്ത 6 മാസം കൂടി നമുക്ക് തള്ളി നീക്കാം. ട്രിവാൻഡ്രം ട്രക്കത്തോണിൽ ഇന്നലെ വിപിൻ, ബാംഗ്ലൂരിലെ വിപിൻ കുറച്ച് കൂടുതൽ കണ്ടെയ്നറിന്റെ പടം അയച്ചു. എനിക്കെല്ലാം നോക്കാൻ പറ്റില്ല. ആദ്യത്തെ ഒരു 5-6 നോക്കിയപ്പോൾ തന്നെ 2-3 പുതിയ സ്ഥലങ്ങളും പേരുകളും വന്നപ്പോൾ അത് നിന്ന് അവതരിപ്പിക്കാമെന്ന് വിചാരിച്ചു. ഹെയിൽഷാം, UK ഒരു സ്ഥലമാണ്, ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഹെയിൽഷാം, അവിടെ നിന്ന് കണ്ടെയ്നർ സതാംപ്ടൺ പോർട്ടിലോട്ട് കൊണ്ടുപോകുന്നു. സതാംപ്ടൺ പോർട്ട് എനിക്ക് തോന്നുന്നു റോഡ് മാർഗമായിരിക്കാം. സതാംപ്ടൺ പോർട്ടിൽ നിന്ന് മുംബൈയിലാണ് എത്തേണ്ടത്. മുംബൈയിൽ എത്തുമ്പോൾ ഇതെല്ലാം കഴിഞ്ഞു. സെപ്റ്റംബർ, നവംബർ മാസങ്ങളിൽ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് MT കണ്ടെയ്നറാണ് ബാംഗ്ലൂരിൽ എത്തിയിരിക്കുന്നത്. അതിന് 58 ദിവസമാണ് എടുത്തത്. സതാംപ്ടൺ ടു മുംബൈ 58 ദിവസം. നമ്മൾ ഇത്രയും ദിവസം ഈ ആഫ്രിക്ക ചുറ്റി കൊളംബോയിലും പോയി, കൊളംബോയിൽ നിന്ന് ഒരു ട്രാൻസ്ഷിപ്മെന്റ് നടത്തിയാണ് വരുന്നത്. ഇത് നേരെ പോകുന്ന സിംഗപ്പൂരിലോട്ടാണ്. സിംഗപ്പൂരിൽ പോയിട്ട് അവിടെ നിന്നാണ് മുംബൈയിലോട്ട് പോകുന്നത്. 58 ദിവസം. ഇപ്പൊ നേരിട്ട് സർവീസ് ഉണ്ട്. തെയിംസ്, ലണ്ടൻ ഗേറ്റ്വേയിൽ നിന്ന് TRVയിലോട്ട് സർവീസ് ഉണ്ട്. 25 ദിവസമാണ്. 25 ദിവസത്തിന്റെ സ്ഥാനത്ത് ഇവിടെ 58 ദിവസം. 25, 30, 55, 3, 58, 33 ദിവസം അധികം. ഈ സാധനം ഇറക്കുമതി ചെയ്തതാണ്. ഈ സതാംപ്ടൺ പോർട്ടിൽ നിന്ന് മുംബൈയിലോട്ട് ഒരു വ്യവസായി ഇറക്കുമതി ചെയ്തതാണ്. 30 ദിവസം നേരത്തെ കിട്ടിയാൽ അദ്ദേഹത്തിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമായിരുന്നു. ഈ വിവരം TRVയെ സ്നേഹിക്കുന്നവർ മാത്രമാണ് ഈ വ്യത്യാസങ്ങൾ 30 ദിവസമൊക്കെ ലാഭിച്ചു കൊടുക്കുന്ന ഈ വ്യത്യാസം അവരുടെ ഒരു സുഹൃത്തിനോടെങ്കിലും പറയുന്നത് അത്തരം ആളുകൾ മാത്രമാണ്. നമ്മളിത് വളരെ ഒരു മനഃപൂർവ്വം ഒരു ക്യാമ്പയിൻ പോലെ TRV ഇന്ത്യയിലെ വ്യവസായികൾക്ക് നൽകുന്ന, അല്ലെങ്കിൽ സമീപ പ്രദേശത്തെ വ്യവസായികൾക്ക് നൽകുന്ന നേട്ടം എന്താണെന്ന് നമ്മൾ മൈക്ക് വെച്ച് തന്നെ പറയണം. മൈക്ക് വെച്ച് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നാൽ മാത്രമാണ് ഈ 5 ട്രില്യണിലോട്ടൊക്കെ അടുക്കാൻ ശ്രമിക്കുന്ന ഇന്ത്യക്ക് ഒരല്പം വേഗത, ഒരു ആക്സലറേഷൻ കൂട്ടിക്കൊടുക്കാൻ നമുക്ക് പറ്റുകയുള്ളൂ. അടുത്തത് ന്യൂസ് ലെറ്റർ. ഒരു ചെറിയ വിഷയമാണ്. ചിലർ പൈസ അയച്ചു തരുന്നുണ്ട്, പക്ഷെ വിലാസം ചിലർ നൽകിയിട്ടില്ല. അതുപോലെ ആർക്കെങ്കിലും ന്യൂസ് ലെറ്റർ കൃത്യമായി ലഭിക്കുന്നില്ലെങ്കിൽ ആ വിവരം കൂടി ഒരു മെസ്സേജ് ആയിട്ട് ഒന്ന് അയച്ചു തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു.